ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അച്ചാച്ചൻ രാവിലെ പല്ല് തേപ്പും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു. ഞാനാണെങ്കിൽ രാവിലെ ദോശ ഉണ്ടാക്കി വെച്ചു. ഞാനും അജുമോനും കഴിച്ചു. അച്ചാച്ചൻ എണീറ്റ് വന്നതേ ഉള്ളൂ. അച്ചാച്ചൻ്റെ ദോശ ഇവിടെ ഇരിക്കുന്നു. അരിദോശ ഇന്ന് ഉണ്ടാക്കിയ ദോശ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയേക്കുന്ന ദോശ ചമ്മന്തി ഇവിടെ ഇരിക്കുന്നു അച്ചാച്ചനുള്ളത്. പിന്നെ ഞാൻ രാവിലെ ഇച്ചിരി ചെറുപയർ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ചെറുപയറെടുത്ത് ഇട്ടേക്കുന്നതിന് 2 പച്ചമുളകും കൂടി ഇതിൽ കീറിയിട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നങ്ങ് വെന്തോളും. പിന്നെ എന്നിട്ട് പിന്നെ അതിനകത്ത് തേങ്ങയും ജീരകവും അരച്ച് ചേർക്കണം കേട്ടോ. പച്ചമുളക് 2 കീറിയിട്ട് കഴിഞ്ഞാൽ അത് മതി. പിന്നെ ഞാൻ ചോറ് ഇന്നലെ വൈകിട്ട് വെച്ചായിരുന്നു. ബാക്കി ചോറ് ഞാനെടുത്ത് കുക്കറിൽ വെച്ചിട്ട് ആവി കയറ്റുക കേട്ടോ. ആവി വന്നു തുടങ്ങി. 1 മിനിറ്റ് ആവി കയറി 2 മിനിറ്റ് ആവി കയറി കഴിയുമ്പോൾ അതിങ്ങെടുക്കുക. നല്ല അടിപൊളിയായിട്ടിരിക്കും. ബാക്കിയൊക്കെ ഇനിയും ചെയ്യാനുള്ള ജോലിയൊക്കെ കിടക്കുന്നേ ഉള്ളൂ. അച്ചാച്ചനുള്ള ചായ എടുത്ത് വെച്ചേക്കും. അപ്പോൾ അച്ചാച്ചനെടുത്ത് കുടിച്ചോളും. അജ്മോൻ രാവിലെ പോയി കുറച്ച് വെട്ടിയിട്ടിട്ട് എന്തോ അതെല്ലാത്തിനെയും കൊത്തും. നട വന്നിരിക്കുന്നു. പിന്നെ അവൻ്റെ തലയിലാണെങ്കിൽ ഞാൻ മഞ്ഞളും വെളിച്ചെണ്ണയും കൂടെ തേച്ച് അജു ഇരിക്കുന്നു. അജു ഇങ്ങോട്ടൊന്ന് നോക്കി. ഒരു ഹായ് പറയാൻ ഇഷ്ടമാണോ? ഇങ്ങോട്ട് നോക്കി പറയാം അജു. നിനക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള കൊച്ചല്ലയോ? നീ ഹായ് ഒക്കെ പറയാറുണ്ടോ വേറെ ആൾക്കാരോട്? ഹായ് ഹായ്, ശബ്ദമില്ലാത്ത ഹായ്. അപ്പം ഇവർ തിന്നു അപ്പം അമ്മയായി, അച്ഛനായി, കുഞ്ഞുമായി. പക്ഷേ അച്ഛനും കുഞ്ഞും കൂടെ കൂട്ടുകൊണ്ട് അമ്മയല്ല ഓടിച്ച് കണ്ടോ? കുരുടി ഓടിച്ച് കണ്ടോ? അയ്യോ, 150 രൂപയുടെ ഫലം നീ ചെയ്യുന്നുണ്ട് കേട്ടോടി. അവൾക്ക് ആരും ഒരു പരാതിയില്ല. അവൾക്ക് ചോറാണ് ഇഷ്ടം. അവൾക്കുള്ള ചോറ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലെന്ന് തോന്നുന്നു. ചിക്കുവിൻ്റെ പാത്രത്തിൽ ചോറുണ്ട്. അത് നോക്കി അങ്ങോട്ട് വേറെ എന്തൊക്കെയോ ശ്രദ്ധയെ പോവാ. ബാ കണ്ടില്ല, ഇവിടെ ചോറ് കിടക്കുന്നത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കാണാതെ പോവുക. ഇവിടെ ഞാൻ അവൾക്കുള്ള ചോറ് ഇട്ടേക്കുക. പാടി ബാ 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 പാട്ടൊക്കെ പാടിക്കൊണ്ട് വരുക. ചോറ് അവൾക്ക് ചോറ് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവൾക്കുള്ള ചോറ് അവിടെ ഇട്ടിട്ടുണ്ട്. അവളവിടെ ചോറ് തീറ്റിയും കഴിഞ്ഞ് അവൾ പോയിരുന്നു മുട്ട ഇട്ടോളും. പിന്നെ ഇന്നലെ സൂസമാമ പറഞ്ഞായിരുന്നു, പിന്നെ കരിങ്കോഴിയെ ഒന്ന് കാണിക്കണേ, കരിങ്കോഴി ഇങ്ങനെയാണോ, അവിടെ 1000 രൂപയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അൻഡമാനിൽ പിന്നെ 1000 രൂപയാണ് ഇതിന് മുട്ടയ്ക്കെന്ന് പറഞ്ഞ് നിൽക്കുന്നു. അവൾക്ക് അവിടെ കാലും പിന്നെ ഈ കരിങ്കോഴികൾ വേറെയുണ്ട്. അതിനകത്തും ഉണ്ട് കരിങ്കോഴികളെല്ലാം. കാലും അതിൻ്റെ ശരീരവും അതിൻ്റെ പിന്നെ ദേഹമെല്ലാം. ഇതിപ്പോൾ ഇനിയും അതിൻ്റെ ആ പൂട മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരീരമെല്ലാം കറുത്ത കളറിൽ തന്നെ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇറച്ചി അങ്ങ് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കറുപ്പല്ല കേട്ടോ. അന്നേരം വേറെ ഒരു കളറ് ബ്രൗൺ പോലെ, സാധാരണ കോഴിയുടെ ഇറച്ചി പോലെ, നല്ലൊരു വേറെ ഒരു ഇച്ചിരി വ്യത്യാസപ്പെട്ട ഇതുപോലെ ഇരിക്കും കേട്ടോ. ചോരയുടെ കളറ് വേറെ ഒരു ബ്രൗൺ പോലെ ഇരിക്കുന്ന പോലെ ഒരു കളറ് പോലെ ഇരിക്കുന്ന അതിൻ്റെ ഇറച്ചി. അതിൻ്റെ കണ്ണൊക്കെ കണ്ടോ? മുഖവും കണ്ണും എല്ലാം കറുത്ത് കറുകറാന്ന് കറുത്തിരിക്കും. മറ്റേ കോഴിയുടെയൊക്കെ കണ്ണിന് വേറെ ഒരു കളറ് പോലെയും കൂടെ ഉണ്ടല്ലോ. അവിടെ കണ്ണിന് കറുപ്പ് മാത്രമായിട്ടായിരിക്കുന്നത്. കരിങ്കോഴിയുടെ കാലും എല്ലാം കണ്ടോ? കറുത്തായിരിക്കുന്നത്. കാണിക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടോ? കാലൊക്കെ കണ്ടോ? കറുത്തിരിക്കുന്നത് കണ്ടോ? കാര്യം പറഞ്ഞുകൊണ്ട് തിന്നുക കേട്ടോ. ഞാനത് സ്ക്രീൻ വലുതാക്കിയേക്കുന്നതുകൊണ്ടാണ് ഇച്ചിരിയുള്ള, അതുകൊണ്ടാണ് വലുതായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ അവൾ കുഞ്ഞു കോഴിക്കുഞ്ഞ. പക്ഷേ കുഞ്ഞു കോഴിക്കുഞ്ഞാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കരി പോലെ കറുത്തിരിക്കുന്ന കാലും കണ്ണും മുഖവും ഒക്കെയാണ് അവിടെ. ആ എല്ലാ കോഴികളെയും അവൾ കൊത്തി ഓടിക്കും. പൂവൻ കോഴി ഒഴിച്ച് ബാക്കി എല്ലാവരും. കണ്ടോ മറ്റവളെ ഓടിച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടോ? ഓടിച്ച് അവളും പോയി. ആർക്കും വേണ്ടാത്ത എനിക്കും വേണ്ടാന്ന് പറഞ്ഞ് അവളും പോയി.
പഠിപ്പിച്ച് അവിടെ അച്ഛനവനെ അവളെ ചേമ്പല കൊത്തി തിന്നാൻ പഠിപ്പിച്ചേക്കുക. പോയി പിള്ളേരെല്ലാവരും പിന്നെ കുറച്ച് പിള്ളേരെ മാത്രം തുറന്ന് അജിമോൻ വിട്ട് ഒരു കൂട്ടിന്ന് അവരെല്ലാവരും കൂടെ വന്ന് നിന്നുകൊണ്ട് തിന്നുക കേട്ടോ. അവരെല്ലാവരും കൂടെ നിന്ന് തിന്നുകയും കുടിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുക. അജി ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഉള്ള അരി മുഴുവൻ വാരി കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. ഇതൊരു കരിങ്കോഴിയാണേ, ഈ നിൽക്കുന്ന ഒരു കരിങ്കോഴിയാണ് കേട്ടോ. കണ്ട ഇത് അജിമോൻ വിരിപ്പിച്ചിറക്കിയ കരിങ്കോഴിയാണ്. നമ്മുടെ ഇവിടുത്തെ കരിങ്കോഴി ഒത്തിരി വളരത്തില്ല. അവിടെ വേറെ ഒരെണ്ണവും കൂടെ നിൽപ്പുണ്ട്, ഒരു കരിങ്കോഴി അങ്ങോട്ട് മാറി. അത് കരിങ്കോഴിക്കുഞ്ഞാന്ന് നടക്കുന്നാണ്ടോ വരുന്നു. ഇവരൊക്കെ എല്ലാവരെയും കൊത്തും, ഇച്ചിരിച്ചി ഉള്ളതുങ്ങളാന്നേലും എല്ലാവരെയും കൊത്തും. പന്നിയിലിയാണോന്ന് എനിക്കറിയത്തില്ല. അത് ചിക്കുവാന്നോ പന്നിയിലിയാണോ എന്ന് സംശയമുണ്ട്. അവിടെ കൊത്തുന്ന കണ്ടോ, കരിങ്കോഴി ഓടിച്ചിട്ട് കൊത്തുന്ന കണ്ടോ. കണ്ടോ അവളാ ഓടിച്ചിട്ട് കൊത്തുന്നത്. പിന്നെന്തോ അവർക്കെന്തോ 1 മിനിറ്റ് പോലും വേണ്ട. ഒരു കിലോയോ 2 കിലോയോ അരി 2 കിലോ അരിയായിട്ട് വന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അവരപ്പോഴേ തിന്നിട്ട് നോക്കി നിൽക്കുക, ഈ അടുത്തത് വരട്ടെന്നും പറഞ്ഞ്. മോനെ അതെന്തോ ഇലയാണെന്ന് അറിയത്തില്ല. ആ ഇല അവിടെ നിന്ന് എടുത്ത് കളഞ്ഞേക്ക്. അങ്ങ് തിന്നാൻ കൊള്ളാത്തതാണെങ്കിലോ എടുത്ത് താഴെ കുഴിയിലോട്ട് കളഞ്ഞേക്ക്. ഇതുങ്ങളത് കണ്ടു കഴിഞ്ഞാൽ പേടിക്കും, എല്ലാം കൂടെ ചാടും. ഇപ്പം കിടന്ന് താഴോട്ട് പതുക്കെ കളഞ്ഞു വെച്ചാൽ മതി. പണ്ടൊന്നുമല്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുണ്ടായിട്ട് എല്ലാത്തിൻ്റെയും പുറത്തെ രോമം എല്ലാം കൊത്തിപ്പറിച്ച് അങ്ങ് തിന്നും. അങ്ങനെയൊന്നും വരത്തില്ല. എന്നാൾക്കൊരു കീരി വന്ന് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. വെയിലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇരിക്കാൻ നോക്കും. ഞാൻ പോട്ടേക്കളെ. ഞാൻ പെരയിലോട്ട് പോവാം. എന്നാൽ എനിക്ക് പോരും മോനെ, പോരും. നീ ബാക്കി എന്തുവോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് തീർക്ക്. ചുമ്മാ സമയം കളയാതെ. പിന്നെ സമയമില്ലെന്ന് പറയരുത്. സൈക്കിളേലാണെങ്കിൽ കീ ചെയിൻ മേടിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ കീ ചെയിൻ കാണാമല്ലോ, കണ്ടോ. മേടിച്ചുകൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വലിയ വിശേഷങ്ങൾ. നമ്മുടെ അജിക്കുട്ടൻ്റെ ഉണ്ണിയപ്പ കച്ചവടം കണ്ടോ. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുക, അവനെന്നെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. കണ്ടോ, അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് മേടിക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് മേടിക്കുന്നു. കൊണ്ടുവന്നു എല്ലാം കൊടുത്ത് കഴിയാറായി. ഇനി 1 or 2 ഉറങ്ങാണ്ടേ ഉള്ളു. ഒരാളെ അടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. അജു നിൽക്കുന്നുണ്ട്.